പ്രധാനമായും മനുഷ്യന് ചില കഴിവുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. മൈമൂന പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പിരാന്തനാണ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ജനിക്കുമ്പോൾ എല്ലാവരും നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ബുദ്ധിശക്തി ഉണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ വെല്ലാൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് കഴിയും. ഒരാളുടെ ബ്രെയിനിൽ 100 ബില്യൺ ന്യൂറോണുകളാണുള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടത്. ആരെ കണക്കാക്കിയെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആരേലും കണക്കാക്കിയത് എടുക്കല്ലാതെ നമുക്കത് എണ്ണി നോക്കാൻ ഏതായാലും വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 100 കോടിയല്ല, 100 കോടി വീണ്ടും 100-ലെത്തുമ്പോഴാണ് ഒരു മില്യൺ എന്ന് പറയണത്. മില്യണും അല്ല, അത് വീണ്ടും 100-ലെത്തുമ്പോഴാണ് ബില്യൺ എന്ന് പറയുന്നത്. 100 ബില്യൺ ന്യൂറോണുകൾ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരാളോട് ഇനി നമ്മളെ കുട്ടിയാണെങ്കിൽ തന്നെ നല്ല ഇഷ്ടം തോന്നിയാൽ എടാ പൊട്ടാന്ന് നമ്മൾ വിളിക്കുക, എടാ ബുദ്ധിയുള്ളവനെ നമ്മളാരും വിളിക്കലില്ല എന്നുള്ളതാണ്. പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ്. ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോട് ചോദിക്കും, കുട്ടികളെ നിങ്ങൾ കുരുന്നുകൾ വായിക്കലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് അറിയാം. ഒരു കുരുന്ന് കയ്യിൽ കിട്ടിയാൽ ആദ്യം ഏത് പേജാ നോക്കുക എന്ന് ചോദിച്ചാൽ ഓല് പറയും അവസാനത്തെ പേജാ നോക്കുക. എന്നാൽ അതിലൊരു പൊട്ടൻ്റെ കഥ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ്. എങ്ങനെയോ അത് വളർന്നു വന്നതാണ്. അതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രപതി, നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് വളരെയധികം അഭിമാനമുണ്ട്. അങ്ങനത്തെ ഒരു രാഷ്ട്രപതി കേരളം സന്ദർശിച്ചപ്പോൾ പറഞ്ഞതാണ്, പത്രങ്ങളിലെ കാർട്ടൂൺ ഫസ്റ്റ് പേജിലേക്ക് കൊണ്ടുവരണമെന്ന്. ഇനി നമ്മളെ പത്രങ്ങളൊക്കെ നോക്കിയാൽ കാർട്ടൂണ് പൊട്ടങ്കഥ ഫസ്റ്റ് പേജിലാണ് ഉണ്ടാവുക, കാര്യപ്പെട്ട കഥകളൊക്കെ പിന്നെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ പൊട്ടന്മാരോട്, ബുദ്ധിയില്ലാത്തവരോട് നമുക്ക് എന്തോ ഒരു ഇഷ്ടം അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രയോഗങ്ങളിൽ പോലും പലപ്പോഴും അങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനും ഇല്ല എന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വാപ്പ ഒരു ഉമ്മ നമ്മളടുത്ത് ഒരു കുട്ടിനെ ഓതാൻ കൊടുന്നാക്കണത്, പഠിക്കാൻ കൊടുന്നാക്കണത് ബുദ്ധിയില്ലായിട്ടല്ല, ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരാറുണ്ട്. റമദാൻ മാസം കഴിഞ്ഞിട്ട് ശവ്വാലില് ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞു, നമ്മളെ കുട്ടികളെല്ലാവരും നല്ല SSLCക്ക് ഫുള്ള് A+ അല്ലെങ്കിൽ ഒരു 6 A+ അതിൻ്റെ മേലക്കൊക്കെ വാങ്ങിയാൽ ഓലെല്ലാവരും നിർബന്ധമായിട്ടും +2 പറഞ്ഞേക്കണം. അങ്ങനെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു 5ൻ്റെ താഴേക്ക് A+ ഉള്ളെങ്കിൽ പിന്നെ വല്ലാതെ മെനക്കെടണ്ട, സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു മുതലാളിയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ജോലി ചെയ്താൽ തുടക്കത്തിൽ എല്ലാ പ്രയാസമുള്ള ജോലിയും ജൂനിയേഴ്സിനെയാണ് ഏൽപ്പിക്കുക. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ ജോലികളൊക്കെ ജൂനിയേഴ്സിന് കൊടുക്കും. അപ്പം അങ്ങനെ പഞ്ചസാര ചാക്ക് ഏറ്റലും അത് പിടിച്ചു കൊടുക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഏൽപ്പിക്കും. അതങ്ങനെ നടത്തിയിട്ട് അതിൽ പിടിച്ചിക്കാൻ കഴിഞ്ഞാൽ മുതലാളി എവിടേക്കയിലൊക്കെ പോകുമ്പോൾ, എടാ ഞാൻ ഇപ്പോൾ പോയിട്ട് വരട്ടെ, ഞാൻ കൗണ്ടറിലൊന്ന് നോക്കുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ കാര്യമൊക്കെ ഉഷാറാവും എന്ന് പറയും. അപ്പോൾ കൗണ്ടറിലങ്ങനെ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഓൻ്റെ അടുത്ത് മര്യാദക്കടൊന്നും ഉണ്ടായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുതലാളി പർച്ചേസിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, ഇതൊരു സൂപ്പർ മാർക്കറ്റ് വേറെ ഇട്ടോ, ഞാനും സഹായിച്ചു തരാം, നമ്മൾ രണ്ടാളും കൂടി ആയിക്കോട്ടെ എന്ന് പറയും.
അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാവാം. അല്ല, 4 ദിവസം പോയിട്ട് ഓങ്ങോട്ട് വന്നാണ്ട് വാപ്പാട് പറഞ്ഞു ഇന്നെക്കൊണ്ട് ആ പരിപാടി പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പരിപാടി എന്നുള്ള നിലയിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കുക. സൈക്കിളൊക്കെ നേരാക്കുന്നിടത്ത് കൊണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല, നല്ല പണിയാണ്. അതിനും വേണമല്ലോ വിദഗ്ധരായ ആൾക്കാർ. അപ്പം അങ്ങനെ അവിടെ നിന്ന് മേത്ത് കരിയാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. 2 ദിവസം ഇങ്ങനെ പോയി മേത്തൊക്കെ കരിയായി, കയ്യുമെന്ന് കരി പോണില്ല. വാപ്പാട് വന്നിട്ട് പറഞ്ഞു വാപ്പ എന്നെക്കൊണ്ട് ഇതാവൂല എന്ന് പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അടുത്ത പരിപാടി ഇറച്ചിക്കടയിൽ നിർത്തുക. കുറച്ച് ദിവസം ഇങ്ങനെ പോയിട്ട് ആ കോഴിയുടെ തല അങ്ങോട്ട് വെട്ടുമ്പോൾ, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിന് നിർത്തുക. തല അങ്ങോട്ട് വെട്ടുമ്പോൾ ചോര അങ്ങോട്ട് തെറിച്ചാൽ ചിലപ്പം സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റൂല. സഹിക്കാൻ പറ്റൂല, വാപ്പാനോട് വന്നിട്ട് ഇന്നെക്കൊണ്ട് ആവൂല എന്ന് പറയുകയാണെങ്കിൽ അവസാനത്തെ പരിപാടി എന്നുള്ള നിലയിൽ ഓതാൻ ഉണ്ടാക്കുക. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ പരിപാടിയാണ് ഓതാൻ ഉണ്ടാക്കൽ. ചില കാര്യം ചില മനുഷ്യന്മാരെ അവസാനം തീരുമാനിക്കുക. ഒന്നിനും പറ്റൂലെങ്കിൽ ഇന്നാഞ്ഞ് ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ എന്ന് തീരുമാനിക്കും. ആ മയ്യത്ത് സ്കരിക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കുകയാണെങ്കിൽ എത്ര സുഖം ഉണ്ടായിരുന്നു. എന്തായാലും അവസാനമെങ്കിൽ അവസാനം തീരുമാനിച്ചു. ഒരു 3 കൊല്ലം ഓതാൻ പോയിട്ട് ഒരു റമദാൻ്റെ ലീവിന് ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കാരെ മുമ്പിൽ ഒരു വെള്ളിയാഴ്ച ജുമേൻ്റെ ശേഷം അങ്ങോട്ട് എഴുന്നേറ്റുന്ന് 2 വർത്താനം പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ തൊള്ളിയും പൊളിച്ചിങ്ങനെ കേട്ടിരിക്കല്ലാതെ ഒരു വയ്യും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? ഇപ്പം നമ്മൾ ദർസിലൊക്കെ പോകുന്നു, ദർസ് നടത്തുന്നു. ഈ വിഷയം എന്നെ ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം 5 മുദരിസുമാരോട് ഞാൻ ചോദിച്ചു, ഓലിപ്പോൾ അറിയില്ല ഈ വിഷയം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ഓരോട് ചോദിച്ചു, പിന്നെ ഈ ദർസ് തുടങ്ങിയതിന് ശേഷം ഇത് വേണ്ടിയിരുന്നില്ല നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 ആൾക്കാർ പറഞ്ഞു അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. 3 ആൾക്കാർ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു സന്തോഷമില്ലാത്തത് എന്ന് പറയണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ദർസ് നടത്തിയിട്ട് കുറേ മുത്തല്ലിമീങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സന്തോഷം, ഞാൻ ഇതൊക്കെ ചെയ്തല്ല അൽഹംദുലില്ലാ ഹൈറായി എന്നെന്താ തോന്നാത്തത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആദ്യമായിട്ട് നമ്മൾ കുട്ടികളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്ന്, കുട്ടികളെല്ലാവരും ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, ബുദ്ധിയില്ലാത്ത ആരുമില്ല എന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനിച്ചു വരുമ്പോൾ എല്ലാ കുട്ടികളും ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിശക്തിയോടുകൂടെയാണ് എല്ലാവരും ജനിച്ചു വരുന്നത്. രണ്ടാമത്, എല്ലാ കുട്ടികൾക്കും ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടൊരു ഗുണമുണ്ട്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ മഴ പെയ്യണ സമയത്ത് കുട്ടികൾ ഇങ്ങനെ പോയി എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താ ഇപ്പം സംഭവിക്കണമെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാന്നുള്ള നിലയിൽ ഇങ്ങനെ പോയി നോക്കും. നമ്മൾ വലിയ മനുഷ്യന്മാരിങ്ങനെ മഴ പെയ്യണ സമയത്ത് അങ്ങനെ നോക്കിക്കലില്ല. ഏത് സാധനമാണെങ്കിലും ഉയർത്ത് കയറുമ്പോൾ വാപ്പ പറയും മോനെ വീഴിട്ടോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ വീണിട്ട് തന്നെ കാര്യം, പിന്നെ ഒന്നുകൂടിയും കയറും. ഓനതണ്ട് അനുഭവിച്ചിട്ട് അറിയാനുള്ള ഒരു ജിജ്ഞാസ. ഇത് എത്ര കണ്ട് അപകടം ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. എല്ലാ വിഷയങ്ങളും അനുഭവിച്ച് അനുഭവ തലത്തിൽ കൊണ്ടുവരണം എന്ന് ഏതൊരു കുട്ടിക്കോ ആഗ്രഹം ഉണ്ടാവും എന്നതാണ് കുട്ടികൾ ജന്മനാ ഉള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. കുട്ടികൾക്കുള്ള വേറൊരു കാര്യമാണ് അതുല്യത എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതൊരു വലിയ വിഷയമാണ് അതുല്യത. ഒരു കുട്ടീൻ്റെ മാതിരി വേറൊരു കുട്ടി ഇല്ല എന്നാ. കുട്ടി മാത്രമല്ല, നമ്മൾ പോയിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് നല്ല മനോഹരമായ കല്ലുകളുണ്ടാവും. ഒരു കല്ലെടുത്ത് നോക്കിയാൽ അതേമാതിരി വേറൊരു കല്ലുണ്ടാവില്ല. ഒരു കല്ലിനെ പോലെ ഒരു കല്ല് മാത്രമേ ഉള്ളൂ, വേറൊരു കല്ലില്ല. അപ്പം നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്ക് വേറെ ഒരു ഫീലിംഗ് കിട്ടും. കുറച്ചപ്പുറത്ത് ഇങ്ങനെ വീണ്ടും തൊട്ട് നോക്കിയാൽ അതിൻ്റെ ഫീലിംഗ് വേറെ ഇക്കാരം. ദേശപ്പുറത്ത് വീണ്ടും ഇങ്ങനെ ആരൊക്കെ മണിക്കൊന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ വേറൊരു ഫീലിംഗ് ആണ്, തൊട്ടിപ്പുറത്ത് നോക്കിയാൽ വേറൊരു ഫീലിംഗ് ആണ്, തൊട്ടിപ്പുറത്ത് നോക്കിയാൽ വേറെ ഫീലിംഗ് ആണ്. ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു മൈക്രോ സെൻറ്റിമീറ്ററിൽ ഏറ്റവും ചുരുങ്ങിയത് 100 സെൻസറുകളെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് ഏതൊരു മനുഷ്യനും. അതുല്യത എന്ന് പറയുന്നത് അതാണ്. ഒരാളെപ്പോലെ വേറൊരാളില്ല, ഒരാളെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ. 2 മൂക്കും ഒരേ മാതിരിയല്ല, 2 കണ്ണും ഒരേ മാതിരിയല്ല, 2 കൈയും ഒരേ മാതിരിയല്ല, 2 കാലും ഒരേ മാതിരിയല്ല. ഇരട്ട പെറ്റ 2 കുട്ടികളും ഒരേപോലെയല്ല. 2500 റുപ്യക്ക് വാങ്ങിക്കൊടുന്ന മൂച്ചിത്തൈ 2 ഒരേ മാതിരി ആവൂല. അത് 2 കോലത്തിലേക്കാരം. എല്ലാ മനുഷ്യന്മാരും വേറെ വേറെയാണ്, ഒന്നും മറ്റൊന്നല്ല. ഇതിനെയാണ് അതുല്യത എന്ന് പറയുന്നത്. ഒരാളെ കണ്ടിട്ട് വേറൊരാളെ വിലയിരുത്തണ്ട.
ഈ ശാസ്ത്രീയ പഠനങ്ങളിലൊരു പ്രത്യേകത ഉണ്ട്. ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ 3 തരം ശാസ്ത്രങ്ങളുണ്ട് എന്നാണ്. ഒന്ന് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രമുണ്ട്, വേറൊന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, വേറൊന്ന് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ഒരാൾ ഒരു 200 മനുഷ്യന്മാരെ തലയത്തെ മുടി ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ 2 ലക്ഷം മുടികളാണ് എന്ന് മനസ്സിലായി. അതിൽ 60% 120 ആൾക്ക് 200 ആൾക്കാരെ തലയത്തെ മുടി എണ്ണിയപ്പോൾ 120 ആൾക്കാർക്ക് 2 ലക്ഷം മുടിയാണ് എന്ന് മനസ്സിലായാൽ മനുഷ്യന്റെ മുടികളുടെ എണ്ണം 2 ലക്ഷമാണ് എന്ന് തീരുമാനമാവും. ഇതാണ് നിരീക്ഷണ ശാസ്ത്രം എന്ന് പറഞ്ഞത്. പല വിഷയങ്ങളെയും നമ്മൾ ഈ നിരീക്ഷണ ശാസ്ത്രം അനുസരിച്ചാണ് വിലയിരുത്തുന്നത്. ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. പല വിഷയങ്ങളെയും നമ്മൾ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അപ്പൊ അത് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയാണ് എന്നുള്ളൂ. എല്ലാ അർത്ഥത്തിലും അത് ശരിയാവണമെന്നില്ല, പല അർത്ഥങ്ങളിലും അത് ശരിയായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതുല്യത എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ മാറ്റർ നിങ്ങളെ ഫയലിലുണ്ട്. ഇപ്പോൾ വായിക്കണമെന്നില്ല, പോയിട്ട് വായിച്ചാൽ മതി. അതിലെ ക്രമത്തിലായിരിക്കൂല ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുന്ന എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ക്രമത്തിൽ അവതരിപ്പിക്കാത്തത്. കാരണം അത് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ മനുഷ്യന്മാർ. നമുക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് പോയിട്ട് നോക്കിയാൽ മതി. ക്രമത്തിലല്ല, ഞാൻ അക്രമത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മനുഷ്യനുള്ള ശക്തി ഭാവനാശക്തി എന്ന് പറയുന്നത് ജന്മന എല്ലാവർക്കും ഉള്ളതാണെന്നാ. ഭാവനാശക്തി എന്ന് പറഞ്ഞാലേ പണ്ട് ഒരു നിബിഡ വനത്തിൽ, ഘോര വനത്തിൽ നല്ല ഉയരമുള്ള ഒരു ആനയുണ്ടായിരുന്നു എന്നൊരു കുട്ടിനോട് പറഞ്ഞാലേ കുട്ടിക്കത് മനസ്സിലായി. ഘോരമായൊരു വനത്തിൽ നല്ല ഉയരമുള്ള ഒരു ആനയുണ്ടായിരുന്നു പണ്ട് മനസ്സിലായി. അതൊരു പോത്തിനോട് പറഞ്ഞു നോക്കിയാൽ പോത്തിന് മനസ്സിലാവില്ല. പോത്തെ, പണ്ട് ഒരു കാട്ടിലൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും മനസ്സിലാവില്ല. ഇതിനെയാണ് ഭാവനശക്തി. ഇത് മനുഷ്യന്മാർക്കുള്ളതാണ്, വേറെ ആർക്കുമില്ല. ഒരു സംഗതി പറഞ്ഞു കൊടുത്താൽ സ്വർഗം വരാണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നരകം വരാണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഈ ഉമ്മാന്റെ വയറ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ഭാവനാശക്തി എന്ന് പറഞ്ഞത്. ഒരു കുതിര അങ്ങനെ വന്നു, വേറൊരു കുതിരയും കൂടി വന്നു. ഇപ്പോൾ വന്നത് 3 കുതിരയാണെന്ന് മനുഷ്യനെ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒപ്പമുള്ള വേറൊരു കുതിരക്ക് മനസ്സിലാവില്ല 3 കുതിരയാണ് വന്നിട്ടുള്ളത്. ഇതിനെയാണ് ഭാവനാശക്തി എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ വലിയൊരു കഴിവാണ്. ഈ കഴിവില്ലെങ്കിൽ മനുഷ്യനൊന്നിനും പറ്റൂല. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഈ കഴിവ്. വേറൊന്ന് നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു സംഭവമാണ്. നിഷ്കളങ്കത ഞാൻ നേരത്തെ പറഞ്ഞു, റംല പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പെരുങ്കള്ളനാണ് എന്ന് ആരും പറയലില്ല. ജന്മന ആരും കള്ളനല്ല എന്നുള്ളതാണ്. കളവ് പറയാൻ ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ കഴിയില്ല എന്നാണ്. വാപ്പ വരയിലുണ്ട്, ഫോണ് ബെല്ലടിക്കുമ്പോൾ കുട്ടിനോട് പറയണം, മോനെ ആ ഫോൺ എടുത്തു നോക്കണ, മയമുട്ടിയാണ് വിളിക്കണമെങ്കിൽ വാപ്പ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടോ എന്ന് സെറ്റ് ചെയ്താലേ മോന് വാപ്പ അവിടെ ഇല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ് സെറ്റാക്കണം. സത്യം പറയാൻ പഠിപ്പിക്കണ്ട, കളവ് പറയാൻ പഠിപ്പിക്കാതിരുന്നാൽ മതി. നമ്മളാരും കുട്ടികളെ നേരാക്കേണ്ട ഒരു കാര്യമില്ല. ഓലെല്ലാവരും നേരങ്ങത്തിലാണ്, നമ്മളായിട്ട് കേടെടുത്താതിരുന്നാൽ മതി എന്ന് മാത്രം. എല്ലാ മനുഷ്യന്മാരും ജനിച്ചു വന്നപ്പോൾ നല്ല നിലക്ക് നിഷ്കളങ്കതയോടുകൂടെ, കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, എല്ലാവരോടും ചിരിക്കും, എല്ലാവരെയും വിശ്വാസമാണ്, എല്ലാവരോടും താല്പര്യമാണ്, എല്ലാവരോടും സ്നേഹമാണ്. സ്നേഹിക്കേണ്ടത് ആരൊക്കെയെന്നല്ല തീരുമാനിക്കപ്പെടുന്നത്, സ്നേഹിക്കേണ്ടാത്തത് ആരെയൊക്കെയാണ് എന്ന് പിന്നീട് തീരുമാനിക്കപ്പെടുകയാണ്. എല്ലാവരോടും ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ പ്രകൃതം. ഇതിനെയാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. സർഗാത്മകത എന്ന് പറയുന്നതാണ് ഒരു കുട്ടിയുടെ 6ാമത്തെ കഴിവ്. സർഗാത്മകത എന്ന് പറയുന്നത് കുട്ടികളുടെ വലിയൊരു കഴിവാണ്. അതായത് സർഗാത്മകമായ കഴിവുള്ളത് കൊണ്ട് കുട്ടികൾ പഠിച്ചിട്ട് കൊയങ്ങാന്നുള്ളത് ഉണ്ടാവില്ല. ഉദാഹരണം, ഒരു കുട്ടി പഠിച്ചിട്ടാണ്ട് കൊയങ്ങി അങ്ങനെ ഉണ്ടാവില്ല, എത്രയായാലും കൊയങ്ങൂല. കാരണം എന്തേ? കുട്ടി കളിച്ചിട്ട് കൊയങ്ങണില്ലല്ലോ. കളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ ഇന്ന് കളിക്ക് ഓണം വെക്കേഷനാണ് എന്ന് പറയണത്? അതില്ല. കളിക്ക് പെരുന്നാൾ ലീവില്ല, കളിക്ക് ഓണം വെക്കേഷൻ ഇല്ല, കളിക്ക് സൺഡേ ഹോളിഡേ ഇല്ല, ഒരു പരിപാടി ഇല്ല. എന്നും കളിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് പഠിച്ചാൽ
കൊയങ്ങാന്നുള്ളത് ഉണ്ടാവില്ല. പക്ഷെ തഫന്നുനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബോറാവും എന്നുള്ളതാണ് പ്രശ്നം. കൊയക്കല്ലത്, ബോറാകുക എന്ന് പറഞ്ഞ സാധനം കൊയങ്ങലല്ല. തഫന്നുനുണ്ടായില്ലെങ്കിൽ, വൈവിധ്യമുണ്ടായില്ലെങ്കിൽ ബോറാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളൂ. അല്ലാത്ത പ്രശ്നം കുട്ടികളെ സംബന്ധിച്ച് ഇല്ല. അപ്പോൾ എല്ലാ കുട്ടികളും കഴിവുള്ളവരാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ചില കുട്ടികൾക്ക് പഠനത്തിൽ എല്ലാവരുടെയും ഒപ്പമെത്താനുള്ള കുറവുണ്ടായിരിക്കും. പഠിക്കാൻ കഴിയായല്ല, പഠനത്തിനുള്ള ചില കുറവുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. ഇവർക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും കുറവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ചിലപ്പം പഠിക്കാൻ കഴിഞ്ഞോളും, ഹിന്ദി ചിലപ്പോൾ ഉഷാറായിട്ട് പഠിയും, അറബി ചിലപ്പോൾ ഉഷാറായിട്ട് പഠിയും, ബലാഗയും മന്തിക്കൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായി കയറാം, നഹവിൽ നല്ല ഉഷാറാവും, ഹദീസും തഫ്സീറൊക്കെ ആണെങ്കിൽ വേഗം കഴിവുണ്ടാവും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് കഴിവില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, എന്തോ ഒന്നിൽ കഴിവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതിലാണ് ആ കഴിവുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സിസ്റ്റത്തിലേക്ക് മറ്റതിനെ കൊണ്ടുവന്നാവൻ പഠിക്കും. ഇപ്പം ചില കുട്ടികൾക്ക് കണക്കിൽ നല്ല കഴിവുണ്ടാവും, എന്നാൽ അതേസമയം അറബി ഒന്ന് അത്ര വായിച്ച് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ അത്ര വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഓനെ കണക്ക് പഠിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ മതി. കണക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതി കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതിയിട്ട് ഇതും കൂട്ടിയാൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞു കൊടുത്താൽ ഓന് വേഗം മനസ്സിലാവും. ഈ സാധനം കൂട്ടിയിട്ട് ആ സാധനം കൂട്ടിയിട്ട് അപ്പോൾ സമം എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു കൊടുത്താൽ ഏതാണോ പഠിക്കാൻ കഴിയുന്നത് ആ സിസ്റ്റത്തിലേക്ക് പഠിക്കാൻ പ്രയാസമുള്ളതിനെ കൊണ്ടുവന്നാൽ അവൻ പഠിച്ചിരിക്കും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നതാണ് കുട്ടികൾക്കുണ്ടാകാവുന്നൊരു പ്രശ്നം. ലേണിംഗ് ഡിസബിലിറ്റി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എന്താ കാര്യം വെച്ചാൽ, ഒരു മാസം മുമ്പ് നമ്മളൊക്കെ വാർത്തകൾ വളരെയധികം ശ്രദ്ധിച്ചൊരു സംഭവമായിരുന്നു. താം ലുവാങ് എന്ന പേരായ ഒരു ഗുഹയിൽ 13 കുട്ടികൾ അകപ്പെട്ടത്. തായ്ലാൻഡിലെ താം ലുവാങ് എന്ന പേരായ ഒരു ഗുഹയിൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പന്ത് കളിക്കാരായ 13 കുട്ടികൾ കോച്ചിനോട് കൂടെ പോയി. നല്ല നീളമുള്ള ഒരു ഗുഹ, 5 കിലോമീറ്റർ ചെന്നപ്പോൾ അവരവിടെ അകപ്പെട്ടു. വലിയ മഴയുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, വലിയ പ്രതിസന്ധിയായി. കുട്ടികളെ കാണാനില്ലാതെ വൈകുന്നേരം അന്വേഷണം ആരംഭിച്ചു. അവസാനം ഗുഹയുടെ മുന്നിൽ അവരുടെ സൈക്കിളുകൾ നിർത്തിയിട്ടത് കണ്ടപ്പോൾ ഗുഹയ്ക്ക് അകത്ത് കയറിയതാണെന്ന് മനസ്സിലായി. 10ാമത്തെ ദിവസം ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. 10 ദിവസം കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ ഉള്ളിൽ ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായി. 3 ദിവസത്തെ അശ്രാന്ത പരിശ്രമം, ലോകം കണ്ട ഏറ്റവും വലിയ സാഹസികമായ പ്രവർത്തനത്തിലൂടെ ആ കുട്ടികളെ ജീവനോടുകൂടെ പുറത്തേക്ക് എത്തിച്ചു. ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണത്, ഇത് ആ കുട്ടികളെ കഴിവാണോ, ആ കുട്ടികളൊപ്പം ഉണ്ടായിരുന്ന കോച്ചിൻ്റെ കഴിവാണോ എന്നുള്ളതാണ്. ആ കുട്ടികൾക്ക് അപാരമായ ബുദ്ധിയായിരുന്നു എന്നാണ് നമ്മൾ പറയണത്. ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 13 കുട്ടികളെ കൂടെ അവരുടെ കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ചിൻ്റെ അപാരമായ ബുദ്ധിശക്തിയാണ്, കഴിവാണ് എന്നാണോ നമ്മൾ പറയുന്നത്? ഞാൻ പറയുന്നത് അത് കുട്ടിയുടെ കഴിവല്ല, കോച്ചിൻ്റെ കഴിവാണ്. അവനവൻ്റെ കുട്ടികൾ നേരാവാത്തത് അവനവൻ്റെ കഴിവുകേടാണ്. അതാദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടികൾ മോശമായി എന്നല്ലാന്ന്, കുട്ടികൾക്കല്ല മോശമായി. ആദ്യം ഞമ്മക്ക് എന്തോ വേണമെച്ചാൽ നമുക്കൊരാഗ്രഹമാണ്, എൻ്റെ കുട്ടികളെ എവിടേക്കെങ്കിലും എത്തണമല്ലോ എന്ന്, എൻ്റെ മുത്തഅല്ലിമീങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ എവിടേക്കെങ്കിലും എത്തണമല്ലോ എന്നൊരാഗ്രഹം നമുക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആഗ്രഹിച്ചത് നേടിയിരിക്കും. ഒരു മനുഷ്യൻ അതിശക്തമായി എന്തെങ്കിലും ഒരു വിഷയം ആഗ്രഹിച്ചാൽ അതവൻ നേടിയിരിക്കും. മുഅ്മിനായൊരു മനുഷ്യൻ്റെ ആഗ്രഹം നേടാതെ പോവില്ല. ആഗ്രഹിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യമായിട്ട് ദുആ ചെയ്യും. നമ്മൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും മനസ്സറിഞ്ഞ് ആരും കേൾക്കാതെ അവനും അള്ളാഹുവും കേൾക്കുന്ന തരത്തിൽ പടച്ചോൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളെ ഉഖറവിയാക്കണേ, ദോരക്കലില്ല എന്ന് ഞാൻ പറയണില്ല കേട്ടോ, പക്ഷെ ദോരക്കണ്ടേ നമ്മളെ ദുആ വളരെ പ്രധാനമല്ലേ.